ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിന്റെ 23-ാം ഭാഗമാണിത്. ഇസ്ലാമിന്റെ പ്രചാരണത്തിന് വേഗം കൂടി. മർദ്ദനങ്ങൾ കൊണ്ടൊന്നും അത് തടയാനായില്ല. പുതിയൊരു മാർഗത്തെക്കുറിച്ച് അവർ ഗൗരവമായി ചിന്തിച്ചു. മുഹമ്മദിനെ വധിക്കണം, അതുവരെ ബഹിഷ്കരണം. ബനു ഹാഷിം കുടുംബത്തെ ബഹിഷ്കരിക്കുക. ശത്രുപക്ഷത്തെ ഗോത്രങ്ങളെല്ലാം യോജിച്ചു. അവർ ഒരു കരാർ പത്രം എഴുതിയുണ്ടാക്കി കഅബാലയത്തിൽ പ്രദർശിപ്പിച്ചു. ബനു ഹാഷിം കുടുംബക്കാരുമായി സംസാരിക്കുകയില്ല, ഒരു സാധനവും അവർക്ക് കൊടുക്കില്ല, അവരിൽ നിന്നും യാതൊന്നും സ്വീകരിക്കുകയുമില്ല, വിവാഹബന്ധമില്ല, ചടങ്ങുകൾക്ക് ക്ഷണിക്കുകയുമില്ല. ബനു ഹാഷിം ഒറ്റപ്പെട്ടു. പ്രശസ്തയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പോലും. ഷെയ്ബ് അബി ത്വാലിബ് എന്നു പേരുള്ള ഒരു മലഞ്ചെരിവുണ്ട്. പരമ്പരാഗതമായി ഹാഷിം കുടുംബത്തിന്റേതാണ്. തന്റെ പ്രധാന അഭയ കേന്ദ്രങ്ങളായ അബൂ ത്വാലിബും ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും മറ്റും കുടുംബാംഗങ്ങളും ഒന്നിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മലഞ്ചെരിവിലേക്ക് പോയി. സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും എല്ലാം ഉണ്ട്. ദുരിതം നിറഞ്ഞ ജീവിതം. കുറെ നാളുകൾ കടന്നുപോയപ്പോൾ ഭക്ഷണപാനീയങ്ങൾ തീർന്നു. മരത്തിന്റെ ഇലകൾ വരെ ഭക്ഷിച്ചു. ആടിന്റെയും ഒട്ടകത്തിന്റെയും ഉണങ്ങിയ തോൽ കഷ്ണങ്ങൾ വെള്ളത്തിലിട്ട് പാകപ്പെടുത്തി കടിച്ചു തിന്നു. കുഞ്ഞുങ്ങൾ വിശന്നു കരഞ്ഞു. ഉമ്മമാർ ചെറിയ ഉരുളൻ കല്ലുകൾ കരുതി വെച്ചു. കരയുന്ന കുഞ്ഞുങ്ങളുടെ വായിലിട്ട് കൊടുക്കും. കുഞ്ഞുങ്ങൾ വെറുതെ അത് ഉറിഞ്ചി ഉമിനീര് കുടിക്കും. നാട്ടിലെവിടെയും ഇറങ്ങാൻ നിവൃത്തിയില്ല. പരിചയക്കാർ കണ്ടാൽ മിണ്ടില്ല, മുഖം തിരിച്ചു കളയും. ഇങ്ങനെ 3 വർഷങ്ങൾ. സങ്കടം നിറഞ്ഞ കാലം. കയ്യിൽ പണമുണ്ടായിട്ടും കാര്യമില്ല. പണം കൊടുത്താൽ ഒരാളും സാധനങ്ങൾ തരില്ല. എന്തൊരു ജീവിതം! 3 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ചിലർക്ക് മനസ്സലിഞ്ഞു. ബഹിഷ്കരണക്കാർ ദുർബലപ്പെടുമെന്ന് ചിലർ വാദിച്ചു. അവരിൽ ഒരാളാണ് സുഹൈർ. ഒരു പ്രഭാതത്തിൽ സുഹൈർ കഅബാലയത്തിൽ വന്നു. അബൂജഹലും മറ്റു നേതാക്കളും ഇരിക്കുന്നു. ഈ കരാർ എഴുതിയപ്പോൾ തന്നെ ഞങ്ങൾ അതിനോട് യോജിപ്പുണ്ടായിരുന്നില്ല. ഞാനിതായി കരാർ പത്രം കീറിക്കളയാൻ പോകുന്നു. മുത്തഅബ്ബിനു അദിയ വിളിച്ചു പറഞ്ഞു. ചെന്ന് നോക്കുമ്പോൾ കരാർ പത്രം ചിതൽ തിന്നു തീർത്തിരിക്കുന്നു. കീറിക്കളയാനൊന്നുമില്ല. ബഹിഷ്കരണം ദുർബലപ്പെട്ടതായി പ്രഖ്യാപിക്കപ്പെട്ടു. മലഞ്ചെരുവിൽ നിന്ന് വരുന്ന മനുഷ്യരുടെ രൂപം, എല്ലും തോലും മാത്രം. 3 വർഷത്തെ ജീവിതം അവരെ വല്ലാതെ തളർത്തിയിരുന്നു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ആരോഗ്യം തകർന്നുപോയി. അവരും മക്കളും മലഞ്ചെരുവിൽ നിന്നും വീട്ടിലേക്ക് വന്നു. കണ്ടാൽ മിണ്ടാതെ മുഖം തിരിച്ചിരുന്ന പലരും ഇപ്പോൾ സംസാരിക്കുന്നു, ചിരിക്കുന്നു. പലർക്കും സഹതാപം. ധനികയായ ഖദീജ റളിയല്ലാഹു അൻഹ തന്റെ സ്വത്തിന്റെ നല്ലൊരു ഭാഗം ഇസ്ലാം മതം സ്വീകരിച്ച അടിമകൾക്കും പാവങ്ങൾക്കും വേണ്ടി ചിലവാക്കി കഴിഞ്ഞിരുന്നു. മലഞ്ചെരുവിൽ നിന്നും വന്ന ശേഷം അവർ രോഗിയായി. ജീവിതത്തിന്റെ സായം സന്ധിയിലാണവർ. കടന്നുപോയ ജീവിതത്തിലേക്ക് അവർ തിരിഞ്ഞു നോക്കി. കുബേര കുടുംബത്തിൽ പിറന്നു, കൺമണിയായി വളർന്നു. അള്ളാഹുവിന്റെ പ്രവാചകരുടെ പത്നിയാകാൻ കഴിഞ്ഞു. പ്രവാചകരുടെ സന്താനങ്ങളെ പ്രസവിച്ചു. പുത്രന്മാർ ജീവിച്ചിരിപ്പില്ല. പുത്രിമാരെ നല്ല നിലയിൽ വളർത്തി. സൈനബിനെ കെട്ടിച്ചയച്ചു. റുഖിയയെയും കെട്ടിച്ചയച്ചു. ഉമ്മു കുൽസു വിവാഹമോചിതയായി. ഫാത്തിമ എന്ന പൊന്നോമന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണും പോലെ തന്നെയാണ്. പൊന്നുമോളെ കെട്ടിച്ചയക്കണം. എല്ലാം ഇസ്ലാമിന് വേണ്ടി ത്യജിച്ചു. പ്രവാചകരോടൊപ്പം നിന്നു. എല്ലാ സുഖദുഃഖങ്ങളും പങ്കുവച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും പരിഹസിക്കപ്പെട്ടു, ചോദ്യം ചെയ്യപ്പെട്ടു, പലവിധ ഉപദ്രവങ്ങൾ സഹിച്ചു. ഒടുവിൽ ബഹിഷ്കരണവും. പട്ടിണി കിടന്ന് ആരോഗ്യം പോയി. കുബേരപുത്രി രോഗിയായി. വൃദ്ധനായ അബൂ ത്വാലിബ്. 3 വർഷത്തെ കഷ്ടപ്പാടുകൾ അദ്ദേഹത്തെ തീർത്തും അവശനാക്കിയിരുന്നു. അബൂ ത്വാലിബ് കിടപ്പിലായി. എന്തെല്ലാം അനുഭവങ്ങൾ, മറക്കാനാവാത്ത സംഭവങ്ങൾ എല്ലാം ഓർമ്മയിൽ തെളിയുകയാണ്. പിതാവ് അബ്ദുൽ മുത്തലിബ് ജീവിച്ചിരുന്ന കാലം, ഓർമ്മയിലെ സുവർണ നാളുകൾ, പ്രിയപ്പെട്ട സഹോദരൻ അബ്ദുള്ള, ആമിനയുമായുള്ള വിവാഹം, ഷാമിലേക്കുള്ള കച്ചവട യാത്ര, യസ്രീബിൽ വെച്ചുള്ള മരണം, ആമിനയുടെ അന്ത്യം, ബാപ്പയുടെ വസിയത്ത്, സഹോദരപുത്രനെ സംരക്ഷിക്കണം, ആ വസിയത്ത് പാലിക്കാൻ ആവും വിധം ശ്രമിച്ചു. ബാപ്പ, അങ്ങയുടെ വസിയത്ത്, അത് പാലിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചു. മക്കക്കാർ എന്നെ ബഹിഷ്കരിച്ചു ബാപ്പ. 3 വർഷം ഞങ്ങൾ മലഞ്ചെരുവിൽ കഴിഞ്ഞു. ബാപ്പയുടെ ബന്ധുക്കൾ ആഹാരപാനീയങ്ങളില്ലാതെ കഷ്ടപ്പെട്ടു. എന്റെ ശരീരം തകർന്നു പോയി ബാപ്പ. ഞാൻ കിടപ്പിലായി. ഇനി ഏറെ നാൾ ജീവിച്ചിരിക്കില്ല. മരണത്തിന്റെ കാലച്ച കാതോർത്തിരിക്കുകയാണ് ഞാൻ. അവസാനം ആ നിമിഷങ്ങൾ എത്തിപ്പോയി. മരണത്തിന്റെ മാലാഖ വന്നു. അനുവദിക്കപ്പെട്ട ദിവസങ്ങൾ വലിച്ചു തീർത്തു. എല്ലാം നിശ്ചലമായി. കണ്ണുകളടഞ്ഞു. മക്കക്കാർ ആ ദുഃഖവാർത്ത കേട്ടു. അബൂ ത്വാലിബ് ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. അൽ അമീൻ പൊട്ടിക്കരഞ്ഞു. ഖുറൈശികളിൽ നിന്നും തന്നെ രക്ഷപ്പെടുത്തിയ ആ കോട്ട തകർന്നിരിക്കുന്നു. തനിക്ക് വേണ്ടി എത്രമാത്രം ത്യാഗം സഹിച്ചു. എന്നിട്ടും ഷഹാദത്ത് കലിമ ചൊല്ലിയില്ല. എത്ര കൊതിച്ചതാണെന്ന് ചൊല്ലി കേൾക്കാൻ മരണത്തിന്റെ ആവരണം വീഴും വരെ കാത്തിരുന്നു. പലതവണ പറഞ്ഞു നോക്കി, ഫലിച്ചില്ല. മുഹമ്മദിന്റെ ദീൻ അത്യുത്തമമാണെന്ന് എനിക്കറിയാം. എന്നാലും മക്കക്കാരുടെ ആക്ഷേപത്തെ ഞാൻ ഭയക്കുന്നു. ആ നിലയിൽ മരിച്ചു പോയല്ലോ. അബൂ ത്വാലിബിന് പകരം മറ്റൊരാളില്ല. ആലംബമില്ലാത്ത ദിനങ്ങൾ വരികയായി. ഖുറൈശികൾക്ക് ദുഃഖവും സന്തോഷവും ഒന്നിച്ചായിരുന്നു. തങ്ങളുടെ നേതാവായ അബൂ ത്വാലിബ് ഭരിച്ചു. ദുഃഖമുണ്ട്. അന്ത്യനിമിഷത്തിൽ പോലും ഇസ്ലാം സ്വീകരിച്ചില്ല. അതിൽ സന്തോഷവുമുണ്ട്. ഖുറൈശികളെ അത്യധികം ആഹ്ലാദിപ്പിച്ചത് അതല്ല. അബൂ ത്വാലിബ് ഒരു കോട്ടയായിരുന്നു മുഹമ്മദിന്. ആ കോട്ടയിൽ കയറി ആക്രമിക്കാൻ പ്രയാസമാണ്. ആ കോട്ട തകർന്നു പോയിരിക്കുന്നു. ഇനി ആക്രമണത്തിന് വേഗം കൂട്ടാം. തടസ്സങ്ങളൊന്നുമില്ലല്ലോ. മുഹമ്മദിന് കടുത്ത ദുഃഖവും കാണും. ഖുറൈശികൾ അതോർത്ത് വല്ലാതെ സന്തോഷിച്ചു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും അവശയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസ്വസ്ഥനായി. തന്റെ 2ാമത്തെ അഭയ കേന്ദ്രമാണിത്. എല്ലാ പ്രയാസങ്ങളും പങ്കുവെക്കാൻ തയ്യാറായ വിലമതിക്കാനാവാത്ത മഹിളാരത്നം. അവരുടെ വാക്കുകൾ തനിക്ക് ആശ്വാസം നൽകി. സമ്പത്ത് തുണയായി. പ്രയാസങ്ങൾ നേരിടാൻ പ്രചോദനമായി. ഇന്നിതാ വീണ് കിടക്കുന്നു. സമ്പാദ്യങ്ങളെല്ലാം ദീനിന്റെ മാർഗത്തിൽ ചിലവാക്കി. ഇപ്പോൾ ദരിദ്രയായി, രോഗിയായി, മലഞ്ചെരുവിൽ പട്ടിണി കിടന്നു. ഭാര്യയുടെ ആരോഗ്യനില പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വേദനിപ്പിച്ചു. അബൂ ത്വാലിബിന്റെ മരണം, ഭാര്യയുടെ രോഗം, ഖുറൈശികൾക്ക് ആഹ്ലാദം. ഒടുവിൽ അതും സംഭവിച്ചു. ഇഷ്ടജനങ്ങളെല്ലാം ദുഃഖത്തിലാഴ്ത്തി ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറഞ്ഞു. പ്രവാചക പത്നി വഫാത്തായി.
ഖുറൈശികൾ മതിമറന്ന് ആഹ്ലാദിച്ചു. മുസ്ലിങ്ങൾ ദുഃഖഭാരത്തോടെ ഖബറടക്കൽ കർമ്മം നിർവഹിച്ചു. മണ്ണിൽ നിന്നും വന്ന് മണ്ണിലേക്ക് തന്നെ മടങ്ങി. സത്യവിശ്വാസികൾക്കെല്ലാം അവർ ഉമ്മയായിരുന്നു. ഉമ്മ പരലോകത്തേക്ക് യാത്രയായി. മക്കൾ ദുഃഖത്തിലമർന്നു. ദുഃഖവർഷം. അബൂ താലിബും ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും മരണപ്പെട്ട വർഷത്തെ ദുഃഖവർഷം എന്ന് വിളിക്കുന്നു. ഈ കഥയുടെ 24-ാം ഭാഗം അടുത്ത വീഡിയോ ആയി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.